ഇതൊരു ഒരു കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ. ഇനി ഇവരുടെ UDFൻ്റെ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലായിരിക്കുമല്ലോ മന്ത്രിമാരും ഗ്രൂപ്പും സമുദായവും ജില്ലയും ഒക്കെ വെച്ചുകൊണ്ടുള്ളൊരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലാണ് ഇനി മന്ത്രിമാരുണ്ടാവാൻ സാധ്യത. എന്നിരുന്നാലും എൻ്റെ ഒരു ആഗ്രഹമുള്ള മന്ത്രിസഭ എന്ന് പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നൊരു മന്ത്രിസഭ എന്ന് പറയുന്നത് VD സതീശനും രമേശ് ചെന്നിത്തലയും മുരളീധരനും അതുപോലെ തന്നെ VT ബൽറാമും പിന്നെ മാത്യു കുഴൽനാടനും ഒക്കെ വരുന്ന ഒരു കോൺഗ്രസ്സുകളിൽ നിന്നുള്ള വനിതകളായ ഒരു പക്ഷേ ബിന്ദു കൃഷ്ണക്ക് ഒരു ക്ലെയിം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു തവണ MLA ആയിട്ടുള്ള ഷാനിമോൾ ഉസ്മാന് ഒരു പക്ഷേ അവിടെ ഒരു ക്ലെയിം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തു നിന്ന് ഡെഫിനറ്റ്ലി നാടാർ സമുദായക്കാരനായ ശക്തന് ഒരു ക്ലെയിം ഉണ്ടാവാം. ഇങ്ങോട്ട് വരികയാണെങ്കിൽ AP അനിൽകുമാർ ഡെഫിനറ്റ്ലി പിന്നെ മന്ത്രിസഭയിൽ ക്ലെയിമുള്ള ഒരാളാണ്. മുമ്പും മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുള്ള, ഉമ്മൻചാണ്ടി മിനിസ്ട്രിയിലുണ്ടായിട്ടുള്ള ആളാണ്. AP അനിൽകുമാറിന് ക്ലെയിം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ T സിദ്ദീഖിന് വയനാടിൻ്റെ നോമിനിയായിട്ട് ക്ലെയിം ഉണ്ടായിരിക്കും. UDF ഇപ്രാവശ്യം ഒരുപാട് ചെറുപ്പക്കാരെ മത്സരിപ്പിച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാരിൽ നിന്ന് ഒരാൾക്ക് ഒരു പിന്നെ മിനിസ്ട്രിയിലേക്ക് ഒരു ക്യാബിനറ്റ് ബർത്ത് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ആ അർത്ഥത്തിൽ ഒന്നെങ്കിൽ അബിൻ വർക്കിയോ അല്ലെങ്കിൽ ജനീഷോ പിന്നെ അല്ലെങ്കിൽ അഭിജിത്ത് ആയാലും ഒരു യങ് മിനിസ്റ്റർ വരികയാണെന്നുണ്ടെങ്കിൽ അത് കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. എനിക്കൊന്ന് കോഴിക്കോട് നിന്ന് ഒരു പക്ഷേ പ്രവീൺ കുമാറിന് ക്ലെയിം ഉണ്ടായിരിക്കും. അവരെല്ലാവരും കോഴിക്കോട് നിന്ന് കോൺഗ്രസ്സിലേക്ക് വിജയിച്ചു വന്ന എല്ലാവരും ഫസ്റ്റ് ടൈമായിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അതെങ്ങനെയാണ് ആ കോമ്പിനേഷൻ വരിക എന്നുള്ളത് അറിയില്ല. അതുപോലെ തന്നെ സണ്ണി ജോസഫ് ഡെഫിനറ്റ്ലി പിന്നെ കണ്ണൂരിൽ നിന്നുള്ള ക്ലെയിം ഉണ്ടാവും. അതുപോലെ തന്നെ കാസർഗോഡ് നിന്ന് ഒരു മിനിസ്ട്രിയിലേക്ക് ആരെങ്കിലും കൊടുക്കുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ആളുകളാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത്. അലയൻസ് പാർട്ട്നേഴ്സ് ഒരു പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം മുസ്ലിം ലീഗിന് 22 MLA മാരുണ്ട്. കേരള കോൺഗ്രസ് പിന്നെ ജോസഫിന് പിന്നെ 7 മെമ്പേഴ്സുണ്ട്. 8-7 പേരും ജോസഫിൽ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ജോസഫിൻ്റെ എടുത്തു കഴിഞ്ഞാൽ മോൻസി ജോസഫാണ് സ്വാഭാവികമായ ഒരു ചോയ്സ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ PJ ജോസഫിൻ്റെ മകന് മിനിസ്ട്രിയിൽ ഒരു ഇതുണ്ടാവുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്തായാലും ജോസഫിന് 2 മന്ത്രിമാരെ ഡെഫിനറ്റ്ലി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. മുസ്ലിം ലീഗിന് ഒരു പക്ഷേ ഇപ്രാവശ്യം 4 മന്ത്രിമാർക്കുള്ള സാധ്യതയെ ഞാൻ കാണുന്നുള്ളൂ. അത് സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരെ ആയിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടി ഈസ് എൻ ഓട്ടോമാറ്റിക് ചോയ്സ്. അതിനുശേഷം ശംസുദ്ദീനാണ് സീനിയറായിട്ടുള്ള MLA. ശംസുദ്ദീനാണ് 4th ടേമാണ്. അപ്പോൾ ശംസുദ്ദീന് ഒരു ചാൻസ് മിനിസ്ട്രിയിലേക്ക് ഒരു ബർത്ത് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് കുറ്റ്യാടിയിൽ നിന്ന് വിജയിച്ചു വന്ന പാറക്കൽ അബ്ദുള്ളക്ക് ഒരു ക്ലെയിം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം ഉള്ള ഒരു സ്ഥാനത്തേക്ക് KM ഷാജിയുണ്ട്, PK ബഷീറുണ്ട്, TV ഇബ്രാഹിമുണ്ട്. ഇവർക്കൊക്കെ ക്ലെയിം ഉണ്ടാവും. ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് സാദിഖ് അലി തങ്ങളായതുകൊണ്ട് തന്നെ ഇവരൊന്നുമില്ലാത്ത ഒരു പുതിയ മെമ്പർക്ക് ഒരു പക്ഷേ മുസ്ലിം ലീഗ് ക്യാബിനറ്റ് ബർത്ത് കൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്.